എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് പൊറോട്ടയാണ്. നല്ല ടേസ്റ്റുള്ളൊരു പൊറോട്ട. ഇത് തയ്യാറാക്കാൻ വേണ്ടി മധുരക്കിഴങ്ങ് ഇതിൻ്റെ ഒരു കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. വലിയൊരു മധുരക്കിഴങ്ങാണ്. അതിൻ്റെ ഒരു കഷ്ണം ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്ത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് കുക്കറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ പാത്രത്തിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുന്ന സമയത്ത് 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പം ഒരു സവാള ചെറുതായി മുറിച്ചതും ചേർത്ത് 3 വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചതും ചേർത്ത് കൊടുത്ത് ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ മൂത്ത് വന്നാൽ മതി. അതിലേക്ക് 1/2 ടീസ്പൂൺ ചതച്ച വറ്റൽമുളകും കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്ത് മല്ലിയിലയും പുതിനയിലയും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ച മധുരക്കിഴങ്ങും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കി ഉണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തണിയാൻ വെക്കണം. തണുത്ത ശേഷം ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് ഗോതമ്പ് മാവ് കുഴച്ചെടുക്കുന്ന ഭാഗത്തിൽ കുഴച്ചെടുക്കണം. ഇതുപോലെ കുഴച്ച് വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു സവാള ചെറുതായി മുറിച്ചതും ഇതൊന്ന് ഇളക്കി കൊടുത്ത് സവാള ഒന്ന് വാടി വരണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയ ശേഷം ഇതിലേക്ക് പിരിയമുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ പിരിയമുളക് പൊടി ചേർത്ത് കൊടുത്ത് ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു സെക്കൻഡ് ഇളക്കി കൊടുത്ത് ഈ മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരണം. ആ സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. നല്ല മണമുള്ള ഗരം മസാലപ്പൊടിയാണ്. ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടി. ഇതും ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചമണെല്ലാം ഒന്ന് മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളച്ച് വരുന്ന സമയത്ത് 3 മുട്ട പുഴുങ്ങിയതും ചേർത്ത് ഇനി ഇത് നല്ലപോലെ തിളച്ച് വെള്ളം വറ്റി ഡ്രൈ ആക്കി എടുത്താൽ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി. ഇനി കുഴച്ച് വെച്ച ഗോതമ്പ് മാവ് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കണം. നൈസായിട്ട് നേരിയതായിട്ട് പരത്തിയെടുത്താൽ പോലെ കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കണം. ഇതുപോലെ കുറച്ച് കട്ടിയിൽ പരത്തിയ ശേഷം അതിലേക്ക് നമ്മുടെ മാവ് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇനി ഇതേ മുകളിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ പരത്തിയെടുക്കണം. അധികം അമർത്ത് പരത്താതെ മെല്ലെ പരത്തിയെടുക്കണം. ഇനി ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് എണ്ണ തടവി കൊടുത്ത് ഇട്ട് കൊടുത്ത ശേഷം മുകളിലായി കുറച്ച് എണ്ണയോ നെയ്യോ ഒഴിച്ച് തടവി കൊടുത്ത് ചുട്ടെടുക്കുക. നെയ്യാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നെയ്യ് തടവി കൊടുത്താലും മതി. 2 ഭാഗവും തിരിച്ച് മറിച്ചു വിട്ട് വേവിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മധുരക്കിഴങ്ങ് പൊറോട്ട റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും.